ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. അമ്മമാർ പറയുന്നുണ്ട്, കുട്ടികൾക്കെല്ലാം ഇപ്പോൾ വലിയ ദേഷ്യമാണ്. അമ്മയെന്ന് വിളിച്ച് അടുത്തൊന്നിരിക്കാൻ അവർക്ക് ഒട്ടും സമയമില്ല. കുട്ടികൾക്ക് വേണ്ടി നമുക്കൊരു കഥ പറഞ്ഞാലോ? ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കോപം. വിഷ്ണു പതിവ് പോലെ കളി കഴിഞ്ഞു വന്നു. ഇന്നും വൈകിയിരിക്കുന്നു. ഈയിടെയായി വിഷ്ണുവിന് ദേഷ്യം കൂടുതലാണ്. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞിട്ടുണ്ട്. അമ്മ ചോദിച്ചു, ഇന്നും വൈകിയല്ലേ? അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല. ഇനി എപ്പോഴാണ് ഹോംവർക്ക് ചെയ്യുന്നത്? പഠിക്കാനൊന്നുമില്ലേ? എനിക്കറിയാം, അമ്മ പറയണ്ട. വിഷ്ണു ദേഷ്യപ്പെട്ടു. അമ്മയൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അമ്മ വന്ന് നോക്കി. ഫോൺ നോക്കിയിരിക്കുകയാണ്. അമ്മ ചെന്ന് ഫോൺ പിടിച്ചെടുത്തു. ഞാനൊന്നും പഠിക്കില്ല. വല്ലാത്ത ഭാവത്തോടെ അവനിരുന്നു. അമ്മ അവൻ്റെ അടുത്തിരുന്നു. വിഷ്ണു എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അമ്മ അവനെ ചേർത്ത് പിടിച്ചു. ഇരിക്കും മോനെ, അമ്മ പറഞ്ഞു. അമ്മമാർ ചേർത്ത് പിടിക്കുമ്പോൾ മക്കൾ എങ്ങനെ അനുസരിക്കാതിരിക്കും അല്ലേ? മോനെ, നീ നല്ലവനാണ്, ഒരുപാട് നല്ലവൻ, അമ്മ മനസ്സിൽ പറഞ്ഞു. അമ്മയുടെ അനുഗ്രഹം മക്കൾക്ക് കിട്ടാതിരിക്കുമോ എന്തോ. പിന്നെ അവൻ അനങ്ങിയില്ല. അമ്മ പറഞ്ഞു, ഇന്ന് നീ പഠിക്കണ്ട, ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. അവൻ പെട്ടെന്ന് തല ഉയർത്തി. കഥ കേൾക്കാൻ പറ്റിയ പ്രായം വിഷ്ണു പിറുപിറുത്തു. കഥയ്ക്ക് പ്രായമില്ല. പുരാണത്തിലെ കഥ പറയാം. പരീക്ഷിത്ത് രാജാവിൻ്റെ കഥ. നിനക്കറിയുമോ പരീക്ഷിത്ത് രാജാവ് ആരാന്ന്? വിഷ്ണു ഒന്നും മിണ്ടിയില്ല. അവനറിയില്ല, അമ്മയ്ക്കതറിയാം. അർജുനൻ്റെ മകനായ അഭിമന്യുവിൻ്റെ പുത്രനായിരുന്നു പരീക്ഷിത്ത് രാജാവ്. ഒരു ദിവസം രാജാവ് നായാട്ടിനിറങ്ങി. രാജാവ് ഒരു മാനിനെ അമ്പെയ്തു. അമ്പേറ്റ മാൻ പിടഞ്ഞു വീണില്ല. അതെങ്ങോട്ടോ ഓടി മറഞ്ഞു. രാജാവ് മാനിൻ്റെ പിറകെ പാഞ്ഞു. ഒരുപാട് അലഞ്ഞു, പക്ഷേ കണ്ടെത്താനായില്ല. രാജാവ് ദാഹിച്ച് തളർന്നു. അലഞ്ഞു നടന്ന രാജാവ് ഒരു മുനിയെ കണ്ടെത്തി. അദ്ദേഹം ചോദിച്ചു, മഹർഷി, ഇതിലെ ഒരു മാൻ വന്നുവോ? മുനി ഒന്നും മിണ്ടിയില്ല. രാജാവിന് നീരസം തോന്നി. രാജാവ് വീണ്ടും ചോദിച്ചു, മാനിനെ കണ്ടുവോ? എന്തെങ്കിലും ഒന്ന് പറയൂ. കണ്ടോ അത് കണ്ടില്ലേ? മുനി ഒന്നും മിണ്ടിയില്ല. ശമീകൻ എന്നായിരുന്നു ആ മുനിയുടെ പേര്. അദ്ദേഹം മൗനവ്രതത്തിലായിരുന്നു. ക്രോധം കൊണ്ട് മതിമറന്ന രാജാവ് മുനിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം നാലുപാടും നോക്കി. കുറച്ചപ്പുറത്ത് ഒരു ചത്ത പാമ്പ് കിടക്കുന്നു. രാജാവ് വില്ലിൻ്റെ മുന കൊണ്ട് ആ ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ കഴുത്തിലേക്കിട്ടു. എന്നിട്ട് മുനി അനങ്ങിയില്ല. ആ മുഖം ശാന്തമായിരുന്നു. പെട്ടെന്ന് രാജാവിൻ്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു. താൻ ചെയ്തത് മഹാപാപമായിപ്പോയി. അദ്ദേഹം വലിയ വേദനയോടെ തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. മുനിക്ക് ഒരു മകനുണ്ടായിരുന്നു. ശൃംഗി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഉഗ്ര തേജസ്വിയും ഉഗ്ര കോപിഷ്ഠനുമായിരുന്നു അദ്ദേഹം. ഒരു സുഹൃത്ത് മുനിപുത്രനോട് പറഞ്ഞു, നീ മഹാതപസ്വിയും മിടുക്കനുമൊക്കെയാണല്ലോ. പക്ഷേ നിന്റെ മഹാതപസ്വിയായ അച്ഛനതാ ഒരു ശവവും ചുമന്നുകൊണ്ടിരിക്കുന്നു. കഷ്ടം. സുഹൃത്ത് അവനെ കളിയാക്കി. മുനിപുത്രൻ കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം കൂട്ടുകാരനിൽ നിന്നും കഥയെല്ലാം ചോദിച്ചറിഞ്ഞു. കോപിഷ്ഠനായ അദ്ദേഹം ശാപമുതിർത്തു. രാജാവ് 7 നാൾക്കകം തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കട്ടെ. എന്നിട്ട് അദ്ദേഹം അച്ഛനടുത്തേക്ക് ഓടിച്ചെന്നു. ചത്ത പാമ്പിനെ അണിഞ്ഞിരിക്കുന്ന അച്ഛനെ കണ്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മുനിപുത്രൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ, രാജാവ് 7 നാൾക്കകം തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കും. എൻ്റെ ശാപം വെറുതെയാകില്ല. ശമീകൻ ദുഃഖത്തോടെ മൗനത്തിൽ നിന്നുണർന്നു. ഉണ്ണി, നീ ചെയ്തത് മഹാ അപരാധമായിപ്പോയി. ആ രാജാവ് ധർമ്മിഷ്ഠനും പ്രജാപാലകനുമാണ്. വിശപ്പും ദാഹവും മൂലം പെട്ടെന്നുണ്ടായ ക്രോധത്താൽ ചെയ്തു പോയതല്ലേ. നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാൻ പാടില്ലായിരുന്നു. എൻ്റെ വ്രതം അറിയാതെയാണ് അദ്ദേഹം ഈ അപരാധം ചെയ്തത്. മുനി പറഞ്ഞു, ഉണ്ണി, നീ മഹാതപസ്വിയാണ്. പക്ഷേ നിന്റെ മനസ്സിന് അടക്കമുണ്ടായിട്ടില്ല. ക്ഷമയാണ് ഏറ്റവും മഹത്തായ ഗുണം. നീ തപസ് ചെയ്ത് ക്ഷമ നേടുക. മകനോട് ഇപ്രകാരം ഉപദേശിച്ചു. മുനി തൻ്റെ ഒരു ശിഷ്യനെ രാജാവിൻ്റെ അരികിലേക്ക് അയച്ചു. അദ്ദേഹം ഉണ്ടായ കാര്യങ്ങളെല്ലാം രാജാവിനെ ധരിപ്പിച്ചു. രാജാവ് അങ്ങേയറ്റം ദുഃഖിതനായി. തൻ്റെ മരണഭയത്തേക്കാളേറെ തൻ്റെ പാപഭയമാണ് അദ്ദേഹത്തെ വേദനിപ്പിച്ചത്. മരണത്തിൽ നിന്ന് രക്ഷ നേടാൻ അദ്ദേഹം ഗംഗാതീരത്ത് ഒറ്റത്തൂണിൽ ഒരു മാളിക പണിതു. ചുറ്റും കിടങ്ങുകൾ കുഴിച്ചു. രക്ഷയ്ക്കായുള്ള എല്ലാ മാർഗങ്ങളും രാജാവ് ചെയ്തു.
6-ാം നാൾ കഴിഞ്ഞു. 7-ാം നാൾ എത്തി. അന്ന് രാവിലെയാണ് കാശ്യപ മഹർഷി ഇക്കാര്യം അറിഞ്ഞത്. അദ്ദേഹം രാജാവിനരികിലേക്ക് വേഗം പുറപ്പെട്ടു. ഏത് വിഷവും ഇറക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം വേഗത്തിൽ പോകുമ്പോൾ ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വണങ്ങി നിന്നു. അദ്ദേഹം ചോദിച്ചു, മഹർഷി, എങ്ങോട്ടാണ് ഇത്ര തിടുക്കത്തിൽ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, പരീക്ഷിത് രാജാവിനെ തക്ഷകൻ കടിക്കുമെന്ന് കേൾക്കുന്നു. ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കുവാൻ പോവുകയാണ്. വൃദ്ധ ബ്രാഹ്മണൻ്റെ ശബ്ദം മാറി. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് തക്ഷകൻ. ഞാൻ അദ്ദേഹത്തെ കൊത്തും. ആർക്കും രാജാവിനെ രക്ഷിക്കാനാവില്ല. തക്ഷകൻ ഉഗ്ര സർപ്പരൂപം കൊണ്ട് സമീപത്ത് പടർന്ന് പന്തലിച്ച് നിന്ന ആൽമരത്തെ ആഞ്ഞുകൊത്തി. ആ ആൽമരം വെന്തു കറുത്ത് വെണ്ണീറായിപ്പോയി. തക്ഷകൻ ചോദിച്ചു, ഈ മരത്തെ ജീവിപ്പിക്കാൻ കഴിയുമോ? മഹർഷി തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥജലം ആ ചാമ്പലിൽ തളിച്ചു. മന്ത്രമോദി. പെട്ടെന്ന് ചാമ്പലിൽ ഒരു മുള പൊട്ടി. അത് പടർന്ന് പന്തലിച്ച് നിമിഷങ്ങൾക്കകം വലിയ ആൽമരമായി തീർന്നു. തക്ഷകൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, മഹർഷി, അങ്ങ് മഹാസിദ്ധനാണെന്ന് സമ്മതിക്കുന്നു. തക്ഷകൻ വീണ്ടും പറഞ്ഞു, ആ രാജാവിന് ആയുസ്സറ്റിരിക്കുന്നു. മുനിയുടെ ശാപം ഫലിക്കുകയും വേണം. അങ്ങേക്കിത് ദുഷ്കീർത്തി ഉണ്ടാക്കും. മഹർഷി ആലോചിച്ചു. അദ്ദേഹം കണക്കുകൂട്ടി നോക്കി. ശരിയാണ്, രാജാവിന് ആയുസ്സറ്റിരിക്കുന്നു. മഹർഷി രാജാവിനരികിലേക്ക് പോകാതെ തിരിച്ചുപോയി. തക്ഷകൻ ഉടനെ കുറച്ച് നാഗങ്ങളെ വിളിച്ചു വരുത്തി. അവരെ ബ്രാഹ്മണ വേഷധാരികളാക്കി പൂക്കളും പഴങ്ങളൊക്കെ നൽകി രാജാവിനരികിലേക്ക് അയച്ചു. രാജാവ് അവരെ സ്വീകരിച്ചിരുത്തി. അവർ നൽകിയ ഉപഹാരങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവരെ യാത്രയാക്കിയ ശേഷം രാജാവ് പറഞ്ഞു, നമുക്കെല്ലാവർക്കും കൂടി ഈ വിശിഷ്ടഫലങ്ങൾ ഭക്ഷിക്കാം. സൂര്യൻ അസ്തമിക്കാറായി. എൻ്റെ ശാപഭയം തീരുകയാണ്. പഴങ്ങൾ മുറിച്ചപ്പോൾ രാജാവിന് കിട്ടിയ പഴത്തിനുള്ളിൽ ഒരു ചെറിയ പുഴു, വളരെ ചെറുത്. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ സൂര്യൻ അസ്തമിക്കുന്നു. മഹർഷിയുടെ വാക്ക് വെറുതെയാകാൻ പാടില്ലല്ലോ. ഈ ചെറു പുഴുവിന് ഞാൻ തക്ഷകനെന്ന് പേരിടാം. ഇതെന്നെ കടിക്കുന്നുവെങ്കിൽ കടിക്കട്ടെ. പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ പുഴുവിനെ അദ്ദേഹം കഴുത്തിലേക്ക് എടുത്തു വെച്ചു. രാജാവിൻ്റെ ചിരി പെട്ടെന്ന് നിന്നു. ആ പുഴു പെരുകി വളർന്ന് വലിയ സർപ്പമായി രാജാവിനെ ചുറ്റി വരിഞ്ഞ് കഴുത്തിൽ ആഞ്ഞാഞ്ഞു കുത്തി. ഇടുത്തിയേറ്റ പോലെ രാജാവ് കറുത്ത് മരിച്ചു വീണു. ഒരു നിമിഷം അമ്മ കഥ നിർത്തി. അമ്മ പറഞ്ഞു, രാജാവിന് കോപം, മുനികുമാരനും കോപം. അല്പമൊന്ന് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അമ്മ എഴുന്നേറ്റു. ഫോൺ അവന് തിരികെ നൽകി. അമ്മ പറഞ്ഞു, ഞാൻ ആഹാരം എടുത്ത് വെക്കട്ടെ. വിഷ്ണു അമ്മ പോകുന്നത് നോക്കിയിരുന്നു. ഒരു നിമിഷം അവനൊന്ന് ആലോചിച്ചു. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. അമ്മ ആള് കൊള്ളാം. അവൻ പുസ്തകം എടുത്തു ഹോംവർക്ക് ചെയ്യുവാൻ തുടങ്ങി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് തരണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം? പറയൂ, നമുക്കെല്ലാം പറയാം. അടുത്ത കഥയുമായി വരുന്നതുവരെ ബൈ.